എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ മുഖാന്തരം നമ്മൾ കാണാൻ പോകുന്ന ടെമ്പിളിൻ്റെ പ്രാധാന്യം അത്രയുണ്ട്. അതായത് തൊദായിജി ടെമ്പിൾ എന്നാണ് ഈ ടെമ്പിളിൻ്റെ പേര്. ഇതും ഇന്ത്യയും കൂടെ വളരെ കണക്റ്റഡ് ആണ്. ആ രീതിയിൽ ഇന്ത്യൻസ് എന്നുള്ള പക്ഷം നമുക്ക് ഇതിൽ വളരെ ഒരു കഥയുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒരു കഥയുണ്ട്. അതും കൂടെ നമുക്ക് പറഞ്ഞു തരാം. രണ്ട് വിധത്തിലാണ് ഇത്. ഒന്ന്, ഇന്ത്യയുടെ കൂടെ ഉള്ള കണക്ഷൻ. രണ്ടാമത്, ഏറ്റവും വലിയ ടെമ്പിളാണ്. ഞാൻ ജപ്പാനിൽ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ടെമ്പിൾസിനെക്കാട്ടിലും ഏറ്റവും വലിയ ടെമ്പിളാണ്. അത് തന്നെയാണ് ഇവിടെയും അവർ പറഞ്ഞിരിക്കുന്നത്. അതിലുള്ള ബുദ്ധ സ്റ്റാച്ചു, അതിൻ്റെ വിസ്തീർണം എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇഷ്ടം പോലെ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അല്ല, എന്തൊക്കെ ഇടാൻ പറ്റുമോ നല്ലതായിട്ട് ഉള്ളത് നിങ്ങൾക്കും കാണിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടു രസിച്ചു വന്നു എന്നിരിക്കും. എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയാണ് കുറേ ഫോട്ടോസ് മോനെ എടുത്തിട്ടുണ്ട്. അത് ഇട്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം അതായത് ജപ്പാനിൽ ക്യോട്ടോ എന്നുള്ള ടെമ്പിൾ സിറ്റിയിലാണ് നമ്മൾ 3 ദിവസം കറങ്ങി നടന്നെന്ന് വെച്ചാൽ കാറിൽ തന്നെ എല്ലാ സ്ഥലത്തും പോയി വേറെ വേറെ ടെമ്പിൾസ് കണ്ടു. അതിൽ നാര എന്നുള്ള ഒരു സ്ഥലം, അതായത് ഇത് നമ്മൾ ഈ ടെമ്പിൾ പോകുന്നത് നവംബർ 3-നാണ്. അത് നവംബർ 3 രാത്രിക്കകം എന്തായാലും ഇവിടെ വരണം. നവംബർ 4-ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ മോൻ എന്തായാലും ഓഫീസിൽ പോയേ പറ്റൂ. അപ്പം എന്തായിരുന്നാലും അങ്ങനെ തന്നെ തിരിച്ചു വരുന്ന വഴിയിലുള്ള 2 ടെമ്പിൾസാണ് നവംബർ 3-ന് നമ്മൾ കണ്ടത്. അതിൽ ഒരു ടെമ്പിളാണ് ഇത്, അതായത് തൊദായിജി ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ ടെമ്പിൾ ഉള്ള സ്ഥലത്തിൻ്റെ പേര് നാര, അതായത് ക്യോട്ടോ സിറ്റിയുടെ നാര എന്നുള്ള ഒരു ഭാഗം. ശരിക്കും പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ നാരയായിരുന്നു ജപ്പാനിലെ തലസ്ഥാനം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നാര. ഓക്കെ, ഇതിൽ നമ്മൾ പോയത് നവംബർ 3-നാണ്. ഇതിൽ ഈ തൊദായിജി എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് ഈസ്റ്റേൺ ടെമ്പിൾ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആൻഡ് ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻറ്റ് 7 ടെമ്പിൾസ്. അതായത് ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മുടെ ജപ്പാൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പം തന്നെ 7 ടെമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലും ഏറ്റവും വലിയത് ഈ തൊദായിജി ടെമ്പിളാണ്. ഓക്കെ, ആൻഡ് ലാൻഡ്മാർക്ക് ഓഫ് നാരയുടെ ലാൻഡ്മാർക്ക്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നു, അപ്പം അതിൻ്റെ ലാൻഡ്മാർക്ക് എന്തുവാന്ന് വെച്ചാൽ അതിന് ഏറ്റവും വലിയ ഒരു അവിടെ അറിയപ്പെടുന്ന ഒരു ബിൽഡിങ്ങിനെ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ നാരയുടെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഈ തൊദായിജി ടെമ്പിളാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പോന്നു ഈസ്റ്റ് ഫോർട്ട് എന്ന് പറയുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാലമ്പലം എന്നൊക്കെ പറയുന്നില്ല, അതാണ് ലാൻഡ്മാർക്ക്. അതുപോലെയാണ് ഈ നാര എന്നുള്ള സ്ഥലത്തിലെ ലാൻഡ്മാർക്ക് തന്നെയാണ് ഈ തൊദായിജി ടെമ്പിൾ. ഓക്കെ, ഇത് വന്ന് 752 വർഷം അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി. 752 വർഷം. ഇത് ബുദ്ധിസ്റ്റ് ടെമ്പിൾസ്, അതായത് ജപ്പാനിലുള്ള എല്ലാ ബുദ്ധിസ്റ്റ് ടെമ്പിൾസിനെ കാട്ടിലും ഇത് ഏറ്റവും വലിയതും പ്രാധാന്യമുള്ളതുമാണ്. അതായത് ഈ ടെമ്പിൾ വളരെ പവർഫുള്ളായിട്ടിരുന്ന് ഈ നാരയിൽ ആളുകൾ ഇങ്ങനെ വന്ന് ആ സ്ഥലത്തിനെ അങ്ങ് ഇത് ചെയ്യുമായിരുന്നു, എന്നുവെച്ചാൽ ഈ ടെമ്പിൾ കാണാൻ വേണ്ടി. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഈ ടെമ്പിൾ ഫേമസ് ആകാതെ ആൾക്കാർ വരുന്നത് കൂടിയത് കൊണ്ട് ഈ ക്യാപിറ്റലിനെയെ നാര എന്നുള്ള സ്ഥലത്തു നിന്ന് വേറെ സ്ഥലങ്ങളിലോട്ട് മാറ്റേണ്ടി വന്നു. അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഈ ടെമ്പിൾ. ഓക്കെ, ഇതിൽ എന്തുവാന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ്, പ്രതിമയാണ്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഈ തൊദായിജി മെയിൻ ഹാളുണ്ട്. ഇവിടുന്ന് നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴേ എൻട്രൻസ് ടിക്കറ്റിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ചെറിയത് തരും. അതിൽ ഈ തൊദായിജി ടെമ്പിളിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ജാപ്പനീസിൽ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വിസ്തീർണമൊക്കെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ കയ്യിൽ അതിൻ്റെ കൂടെ എൻട്രൻസ് ടിക്കറ്റിൻ്റെ കൂടെ തരുന്നത്. അപ്പം അത് കഴിഞ്ഞ് അകത്ത് കയറുമ്പോഴേ ഭയങ്കര വിസ്തീർണമുള്ള ഒരു സ്ഥലം, അതിൻ്റെ നടുക്ക് ഗംഭീരമായിട്ടുള്ള ഒരു കെട്ടിടം, അതാണ് ഈ തൊദായിജി ടെമ്പിൾ. അത്രയും ഗംഭീരമായിട്ട് കാണുമ്പോഴേ നമ്മളങ്ങനെ അതിശയിച്ചു പോകുന്ന പോലത്തെ ഒരു ഗംഭീരത അതിനകത്തുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ മെയിൻ ഹാള് എന്ന് പറയുന്നത് ദൈബുത്സു ഡെൻ എന്നാണ് അതിൻ്റെ പേര്. അതായത് ബിഗ് ബുദ്ധ ഹാൾ. ദൈബുത്സു എന്ന് പറയുന്നത് ബിഗ് ബുദ്ധ, ഡെൻ എന്ന് പറയുന്നത് ഹാൾ. ഓക്കെ, അതാണ് ദൈബുത്സു ഡെൻ എന്നാണ് ജാപ്പനീസിൽ അവർ പറയുന്നത്. അതിൻ്റെ അർത്ഥം ബിഗ് ബുദ്ധ ഹാൾ എന്ന് പറയുന്നത്. ഇത് അതെങ്ങനെയാണ് റെക്കോർഡിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ വേൾഡ്സ് ലാർജസ്റ്റ് വുഡൻ ബിൽഡിംഗ്, അതായത് ലോകത്തിലെ ഉള്ള വുഡൻ ബിൽഡിംഗ്, മരം കൊണ്ട് ചെയ്ത ബിൽഡിങ്ങിലെ കെട്ടിടത്തിൽ ഇതാണ് ലോകത്തേക്കും ഏറ്റവും വലിയത്. എന്ന് വെച്ചാൽ അത് മരത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബുദ്ധ സ്റ്റാച്ചു എന്ന് പറയുന്നത് ബ്രോൺസ് ആണ്. ബ്രോൺസ് എന്ന് വെച്ചാൽ വെങ്കലം. ഈ നമ്മൾ ഓട് എന്നൊക്കെ പറയത്തില്ല, വെള്ളോട്, ഓട് എന്നൊക്കെ പറയും. ഞാൻ കൊച്ചിലെ ഞങ്ങളുടെ അമ്മൂമ്മ അടുത്തൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു, ജഗ്, അത് ഇതൊക്കെ. അതിൻ്റെ എന്ത് മെറ്റീരിയൽ, അത് തട്ടുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് വരും. ഇത് ഓട് എന്ന് പറയും. അങ്ങനെ, അതാണ് ബ്രോൺസ്. ഓക്കെ, പിന്നെ ഇത് വന്ന് ഇപ്പം അങ്ങനെ വലിയൊരു ബിൽഡിംഗ് ആയിട്ട് കെട്ടി. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, അതായത് ഒരു രാജാവ്, എംപറർ, ആ എംപററിൻ്റെ പേര് ഷോമു എന്നുള്ള എംപറർ ഇതിനെ നിർമ്മാണിക്കാൻ തീരുമാനിച്ചപ്പം അദ്ദേഹം ജപ്പാനിലുള്ള എല്ലാ ആളുകളടുത്തും പറഞ്ഞു, ഇത് ഒരാളോ രണ്ടാളോ ചെയ്യേണ്ടതല്ല, നിങ്ങൾ എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആകണം, എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധൻ്റെ ടെമ്പിൾ ആയിരിക്കണം എന്ന് പറഞ്ഞ് അതിൽ 2,60,00,000 ആൾക്കാർ ഇതിനകത്ത് ഇതിൻ്റെ കൺസ്ട്രക്ഷന് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഉളിയും ഇതും കൊണ്ട് നടക്കണമെന്നില്ല. അവർ കാശ് കൊടുത്തിട്ടുണ്ട്, ഫുഡ് കൊടുത്തിട്ടുണ്ട്, റൈസ് കൊടുത്തിട്ടുണ്ട്, അവിടെ ജോലി ചെയ്യുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ ജീവനക്കാർക്ക് മറ്റവരെല്ലാം പൈസ കൊടുക്കും. വേറെ ഒരു രീതിയിലും ചെയ്യാൻ വയ്യാതെ എല്ലാം പൈസയായിട്ട് ഉണ്ടെങ്കിൽ പൈസ കൊടുക്കും, അരി കൊടുക്കും. അങ്ങനെ രാജാവിൻ്റെ കട്ടളയില്ലയോ, അതിനെ നമുക്ക് മീറാൻ പറ്റത്തില്ല. അപ്പം ഏറ്റവും വലിയ ഒരു ബുദ്ധൻ്റെ ടെമ്പിൾ ഉണ്ടാക്കണം, അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പറയുമ്പം എല്ലാ പ്രജകളും അതിനകത്ത് സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. ഇതിൽ 743 വർഷമാണ് എംപറർ ഷോമു ഇങ്ങനെ ഒരു ലോ പ്രകടിപ്പിച്ചത്, എല്ലാവരും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആകണം. അങ്ങനെയാണ് എല്ലാവരും കൂടെ ചേർന്ന് അതിനെ പണിയാൻ തുടങ്ങിയത്. ഇതിൽ അപ്പം ഈ ടെമ്പിളും വുഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് ലോകത്തിലേക്കും ഏറ്റവും വലുത്. അതിലുള്ള ബ്രോൺസ് ബുദ്ധ സ്റ്റാച്ചു എന്ന് പറയുന്നത് അതും ഏറ്റവും വലിയതാണ്. വേറെ എവിടെ ഇത്രയും വലിയ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഇല്ല എന്നാണ് പറയുന്നത്. അതായത് 15 മീറ്റർ അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ വിസ്തീർണമെല്ലാം വേറെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് പറയാം. 15 മീറ്റർ ഹൈറ്റ് ഉള്ളത്. അതായത് നടുക്കൊരു ബുദ്ധൻ, 2 സൈഡ് 2 ബോധിസത്വാസ്. അങ്ങനെയാണ് വലിയ ഒരു ലോട്ടസിൻ്റെ നടുക്ക് ബുദ്ധ ഇരിക്കുന്ന മാതിരിയാണ് അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതല്ലാതെ ഒരുപാട് ബുദ്ധിസ്റ്റ് സ്റ്റാച്ചുവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഈ ബുദ്ധൻ്റെ സ്റ്റാച്ചുവിൻ്റെ കാര്യം തന്നെ ആദ്യം പറഞ്ഞേക്കാം. അതിൽ 8 കാസ്റ്റിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ കാസ്റ്റ് ആൻഡ് മോൾഡ് എന്ന് പറയും, ഈ വാർത്തെടുക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ 3 വർഷം ചെയ്താണ് 8 കാസ്റ്റിങ്സ് ആയിട്ടാണ് ബുദ്ധൻ്റെ സ്റ്റാച്ചുവിനെ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ചെയ്തത്. എന്നുവെച്ചാൽ അത്രയും വലുത്. തലയും കഴുത്തും ഒന്നിച്ച് ഒരു കാസ്റ്റിംഗ്,
അതുപോലെ വേറെ 7 കാസ്റ്റിംഗ് ആയിട്ട് പീസായിട്ട് ചെയ്താണ് ഇത്രയും വലിയ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു പണിഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ അമ്പലം എന്ന് പറയുന്നത് 743 തുടങ്ങിയെങ്കിലും അത് എത്രയോ നൂറ്റാണ്ടുകളായില്ല. അപ്പം അതിൽ ഭൂമി കുലുക്കം വന്നിട്ടുണ്ട്, ഫയർ വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇതിന് വന്നിട്ടുണ്ട്. പിന്നെ പക്ഷെ അവർ വീണ്ടും അതിനെല്ലാം ശരിയാക്കി ഇപ്പം ഒരുപാട് ഈ മരക്കഷ്ണങ്ങളൊക്കെ വെച്ച് അതിനെ പിടിച്ചു വെച്ചിരിക്കുവാണ്. എന്താ വെച്ചാൽ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. ആ ബുദ്ധ സ്റ്റാച്ചു, അതിനെ ചുറ്റിയുള്ള വേലപ്പാടുകൾ, ലോട്ടസിൻ്റെ സൈസ്, അടുത്തു പോയി നിന്നാൽ എന്തോ ഒരു ഗംഭീരമാണ്. അങ്ങനെയാണ് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ അതിൻ്റെ ഡയമെൻഷൻസ് ഒന്ന് പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 49 അടി, ഏകദേശം ഒന്ന് വെച്ചോണം, 49-50 അടി ഹൈറ്റ്. അതിൻ്റെ ഫേസ് മാത്രം 17 അടി 6 ഇഞ്ച്, മുഖം മാത്രം. കണ്ണ് മാത്രം 3 അടി, മൂക്ക് 1 അടി 8 ഇഞ്ച്, കാത് 8 അടി നീളം, കാത് 8 അടി 4 ഇഞ്ച്. ഈ ഷോൾഡേഴ്സ്, അതായത് ഈ 2 തോളിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 28 മീറ്റർ അക്രോസ്, രണ്ടിൻ്റെ നടുക്ക്. തലയിൽ ഈ ചുരുണ്ട് വെച്ചേക്കത്തില്ലേ ബുദ്ധൻ്റെ തലയിൽ, അത് എല്ലാ പ്രതിമയിലും കാണാം. അത് 960 ഈ കേളിങ്സാണ് തലയിലുള്ളത്. പിന്നെ സ്റ്റാച്ചുവിൻ്റെ വെയിറ്റ് എത്രയാണോ? 500 ടൺ. അതുകൊണ്ടാണ് ആ സ്റ്റാച്ചു ലോട്ടസും എല്ലാം കൂടെ വരുമ്പം അത് തന്നെ അങ്ങ് കുഴിഞ്ഞു പോകും. അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം അത്രയും സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ വേണം. ഇട്ടിട്ടുണ്ട്, ഇല്ലയെന്നല്ല, എന്നാലും വെയിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പം അത് കുറച്ചൊക്കെ താന്ന് പോകുന്ന പോലെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ വെയിറ്റ്. പിന്നെ ആ ലോട്ടസ് പെറ്റലുണ്ടല്ലോ, അത് തന്നെ 3 മീറ്റർ, അതായത് 3.05 മീറ്റേഴ്സ്, ഏകദേശം 10 അടിയുടെ സൈസിനാണ് ആ ലോട്ടസിൻ്റെ പെറ്റലിൻ്റെ സൈസ്. ഓക്കെ. അത്രയാണ് അതിനകത്ത് ഉള്ളത്. ഇതൊക്കെ ഈ ബുദ്ധ പ്രതിമയുടെ സൈസാണ്. ഓക്കെ. ഇനിയൊരു കാര്യം, അവിടെ അത് നമ്മളിങ്ങനെ കയറി ചെന്നു, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് കാണാൻ. മുക്കാലും ജാപ്പനീസ് തന്നെയാണ് തിരിച്ചും വരുന്നത്. എന്നുവെച്ചാൽ അവർക്ക് വെറുതെ കാണാനും ഫോട്ടോ എടുക്കാനും അല്ല, അവിടെ തൊഴാനുമാണ് അവർ വരുന്നത്. അവർക്കെല്ലാം ഭക്തിയുണ്ട്, അവരെല്ലാം വന്ന് നിന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. ഓക്കെ. ഇനിയൊരു കാര്യം, അതിനെ ഇങ്ങനെ ചുറ്റി വരുമ്പോഴത്തേക്ക് ഒരു പില്ലർ പോലെ ഉണ്ട്. ആ പില്ലറിൽ അടിയിലൊരു ചെറിയ ദ്വാരമുണ്ട്. അപ്പോൾ ആ ദ്വാരത്തിൽ കൂടെ ഒരാളിന് കടന്ന് ഒരു ഭാഗത്തിൽ കൂടെ കയറി ഇനിയൊരു ഭാഗത്തിൽ കൂടെ ഇറങ്ങി വരാൻ പറ്റിയാൽ അടുത്ത ജന്മം മുക്തി കിട്ടും, മുക്തി ഉറപ്പാണ് എന്നുള്ളതാണ് അവിടുത്തെ ഐതിഹ്യം. അതായത് ആ പില്ലറിലുള്ള ഹോൾ എന്ന് പറയുന്നത് ബുദ്ധയുടെ മൂക്കിന് തുല്യമായിട്ടാണ് അവർ കരുതുന്നത്. അപ്പം നമ്മൾ പോയപ്പം കൊച്ചു കുട്ടികളൊക്കെ അതിനകത്ത് കയറി ഇറങ്ങി വന്നുകൊണ്ടിരുന്നു. അത് നല്ല രസമുള്ള കാര്യമാണ്. ഓക്കെ. പിന്നെ വേറെ, അപ്പം ഇതും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ. ആസ് വൺ ഓഫ് ദ ഹിസ്റ്റോറിക് മോണുമെൻറ്റ്സ് ഓഫ് ഏൻഷ്യൻറ്റ് നാര എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ടേ കാലത്തുള്ള ഹിസ്റ്റോറിക് മോണുമെൻറ്റ്സിൽ ഒന്നാണ് എന്ന് പറഞ്ഞാണ് ഇത് വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് ഈ ബുദ്ധൻ്റെ കാര്യങ്ങളും അവിടുത്തെ അമ്പലത്തിൻ്റെ വിസ്തീർണവും കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇനി ഇന്ത്യയോട് ഏതോ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ മാഡം, അത് പറയൂ. ഒന്ന് പറഞ്ഞാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഈ ബോധിസേന
എന്നൊരു ബുദ്ധിസ്റ്റ് മോങ്ക്, ബുദ്ധ ഭിക്ഷു, മോങ്ക് എന്ന് വെച്ചാൽ ഭിക്ഷു. ഓക്കെ, ഈ ബോധിസേന എന്നുള്ള ബുദ്ധിസ്റ്റ് സ്കോളർ ആൻഡ് മോങ്ക് എവിടെ, സൗത്ത് ഇന്ത്യയിൽ ജനിച്ചതാണ്. എന്നുവെച്ചാൽ അവിടെ ഹിസ്റ്ററിയിൽ ബോൺ ഇൻ സൗത്ത് ഇന്ത്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. 704 വർഷം, ബോൺ 704 സൗത്ത് ഇന്ത്യ എന്നിട്ടിരിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ എവിടാന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ ജപ്പാൻ പോലെ ഒരു സ്ഥലത്ത് ഇന്ത്യ എന്ന് ഇട്ടാലേ മതി, അതും സൗത്ത് ഇന്ത്യ എന്ന് വേറെ ഇട്ടിട്ടുണ്ട്. അതിനും അകത്ത് എവിടാന്നുള്ളത് അവർക്ക് ഇടുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഉള്ള ഒരു ബുദ്ധിസ്റ്റ് മോങ്കാണ് ഈ ബോധിസേന എന്ന് പറയുന്ന അദ്ദേഹം. ഓക്കെ, അപ്പം അദ്ദേഹം ഇന്ത്യയിലിരുന്ന് ജപ്പാനിലും ചൈനയിലും ഒക്കെ ട്രാവൽ ചെയ്തു പോയി. ഓക്കെ, അപ്പം ഈ ബോധിസേനയാണ് ജപ്പാനിൽ വരുന്ന ഫസ്റ്റ് ഇന്ത്യൻ വിസിറ്റർ. അതായത് ബുദ്ധിസ്റ്റ് മോങ്ക് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഇന്ത്യൻ വിസിറ്റർ ടു ജപ്പാൻ എന്നാണ് പറയുന്നത്. അപ്പം അതായത് അദ്ദേഹത്തിന് മിസ്റ്റിക്കൽ ഇൻസ്പിറേഷൻ വന്നു എന്നാണ് പറയുന്നത്. ഈ മിസ്റ്റിക്കൽ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? മിസ്റ്റിക്കൽ എന്ന് വെച്ചാലേ, മിസ്റ്റിക് എന്ന് പറഞ്ഞാലേ ഈ 5 സെൻസ് ഓർഗൻസിന് മനസ്സിലാകാത്ത വേറെ കാര്യങ്ങളുണ്ട്. അതായത് ഫിസിക്സ് ഉണ്ട്, മെറ്റാഫിസിക്സ് ഉണ്ട്. ഫിസിക്സ് എന്ന് വെച്ചാൽ ഈ നീളം അകലം വരുന്നു അത് ഇത് എന്നൊക്കെ പറയുന്നത് ഫിസിക്സ്. ഫിസിക്സിലെ ഒരുപാട് നമുക്ക് മനസ്സിൽ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഫിസിക്സ് തിയറിയൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ. ഈ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് അതിനേക്കാട്ടിലും ഹയർ ലെവലായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് എല്ലാവർക്കും മനസ്സിലാവത്തില്ല, എല്ലാവർക്കും അതിനെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പോൾ ആ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ മിസ്റ്റിക്കൽ പവേഴ്സ് എന്ന് പറയുന്നത്. മിസ്റ്റിക്കൽ പവേഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇൻറ്റ്യൂഷൻ, ഉൾവിളി വരും. നാളെ ഇതാ നടക്കാൻ പോകുന്നേ, 5 ദിവസത്തിന് പിന്നെ ഇവിടെ തീ പിടിക്കും, അല്ലെങ്കിൽ ഇന്നാര് വരും, അല്ലെങ്കിൽ നാളെ ഈ അടുത്ത നിമിഷം എന്നെ കാണാൻ ഒരാൾ വരും. ഇതൊക്കെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഉൾവിളിയ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നതിനാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറേ ഇൻറ്റ്യൂഷൻ പവേഴ്സ് തന്നെയാണ് ഉള്ള ആളിനെയാണ് മിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഒരു മിസ്റ്റിക്കൽ ഇൻസ്പിറേഷൻ, ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായി. എന്തുവാ? മഞ്ജുശ്രീ എന്നുള്ള ബോധിസത്വനെ കാണണം. ഒരു ബോധിസത്വ, അതിൻ്റെ പേരാണ് മഞ്ജുശ്രീ. ഈ മഞ്ജുശ്രീ എന്ന് പറയുന്ന ഒരു ബോധിസത്വനെ കാണണമെന്ന് അദ്ദേഹത്തിന് ഒരു ഉൾവിളി. അപ്പം അത് ആ മഞ്ജുശ്രീയെ തേടിക്കൊണ്ട് ഇദ്ദേഹം ചൈനയ്ക്ക് പോയി. അപ്പം അവിടെയാണ് മഞ്ജുശ്രീയുടെ മഞ്ജുശ്രീ വേറൊരു ജന്മം എടുത്ത ഇൻകാർണേഷൻ ഓഫ് മഞ്ജുശ്രീ ചൈനയിലുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടോണ്ട് ഇദ്ദേഹം ചൈനയ്ക്ക് പുറപ്പെട്ടു. ചൈനയിൽ പുറപ്പെട്ടപ്പം ഇദ്ദേഹത്തിന് അവിടെ പോയി എത്തി പറഞ്ഞു, ചൈനയിലല്ല, അത് ജപ്പാനിലാണ് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞപ്പം അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചൈനയിലേക്ക് ഫസ്റ്റ് പോയില്ലേ, പോകുമ്പം അവിടെ ഒരു ജാപ്പനീസ് അംബാസഡറിനെ കണ്ടു. അംബാസഡർ എന്ന് പറഞ്ഞാൽ എന്തുവാ? പല സ്ഥലത്തു നിന്നും വലിയ വലിയ ആൾക്കാരെ എടുത്ത് പോകുക, സംസാരിക്കുക, ജപ്പാനിൽ കൊണ്ടുവരിക, ബിസിനസ് സംസാരിക്കുക, ട്രേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ റിലിജനെ കുറിച്ച്, മതം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഹൈ ലെവൽ മീറ്റിംഗ് ഇടുക, അതൊക്കെയാണ്. അതിനൊക്കെ ഇതായിട്ടുള്ളതാണ് അംബാസഡർ എന്ന് പറയുന്നത്. അപ്പം ഒരു ജാപ്പനീസ് അംബാസഡറിനെ ബോധിസേന ചൈനയിൽ വെച്ച് കണ്ടു. അപ്പം അദ്ദേഹമാണ് ബോധിസേനയെ ജപ്പാനിലോട്ട് വിളിച്ചുകൊണ്ട് വന്ന് അവിടുത്തെ രാജാവായ ഷോമു, എംപറർ ഷോമുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ഇവർ ചൈനയിൽ നിന്ന് ജപ്പാനിൽ വന്നുകൊണ്ടിരുന്നപ്പം ഷിപ്പിലാണ് അവർ വന്നത്. ഷിപ്പിൽ വന്നപ്പം
വേറെയും 2 ബുദ്ധ ഭിക്ഷുസ്, ബുദ്ധിസ്റ്റ് മോങ്സ് ഉണ്ടായിരുന്നു. ഒരാള് ചൈനയിൽ നിന്ന് വന്നതാ, ഒരാൾ ചൈനയിൽ നിന്ന് വന്നു. അപ്പം ഇവര് ഈ ഒസാക്ക എന്നുള്ള ഒരു സ്ഥലം, ഒസാക്ക എന്ന് പറയുന്നത് ഈ നാര ഉള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഒസാക്ക. കിയോട്ടോ എന്ന് പറയുന്ന മാതിരി ഒസാക്ക. ഓക്കെ, ആ ഒസാക്കയിൽ ഇവർ ഇവിടെ പോർട്ടിൽ വന്ന് ഇറങ്ങി, ഷിപ്പിൽ വന്ന് ഇറങ്ങി. ഓഗസ്റ്റ് 736 വർഷം, ഓഗസ്റ്റ് 736 വർഷം ഓഗസ്റ്റ് മാസം ഇവർ ഒസാക്ക എന്നുള്ള സ്ഥലത്ത് വന്ന് ഇറങ്ങി. ഇറങ്ങിയപ്പം ഗ്യോങ്കി GYOKI ഗ്യോക്കി എന്നുള്ള ഒരു മോങ്കിനെ കണ്ടു. ഈ ഗ്യോക്കി ബോധിസേന രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പം തന്നെ ഇവർക്ക് കഴിഞ്ഞ ജന്മത്തെ ഓർമ്മ വന്നു. അതൊക്കെയാണ് മിസ്റ്റിക്കൽ പവേഴ്സ് എന്ന് പറയുന്നത്. രണ്ടുപേർക്കുമേ കഴിഞ്ഞ ജന്മത്തെ ഓർമ്മ വരുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കിപ്പോൾ നോക്കാം. സോ ഗ്യോക്കി ആൻഡ് ബോധിസേന റെക്കഗ്നൈസ്ഡ് ഈച്ച് അതർ ഫ്രം എ പാസ്റ്റ് ലൈഫ്. കഴിഞ്ഞ മുൻജന്മത്ത് ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നു. അത് എവിടാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഗ്യോക്കി എന്തോ പറഞ്ഞു, അതായത് ഇന്ത്യയിൽ വൾച്ചർ പീക്ക് എന്നൊരു സ്ഥലമുണ്ട്, ഒരു മൗണ്ടൻ, ഒരു മല. അവിടെ ശരിക്കും നമ്മുടെ ബുദ്ധൻ ബോധിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, നമ്മുടെ ഗൗതമ ബുദ്ധ ബോധിച്ചുകൊണ്ടിരുന്ന മൗണ്ടൻ ഏരിയയുടെ പേരാണ് വൾച്ചർ പാർക്ക്. ആ വൾച്ചർ പാർക്കിലെയാണ് ഗൗതമ ബുദ്ധ ലോട്ടസ് സൂത്ര എന്ന് ഒരു സൂത്രത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അതായത് ഗൗതമ ബുദ്ധ പറയുന്നതെല്ലാം അവരുടെ ലാംഗ്വേജ് പാലി ലാംഗ്വേജിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ഈ ലോട്ടസ് സൂത്ര. ഈ ലോട്ടസ് സൂത്ര ഈജിപ്തിൽ വരെ വളരെ ഫേമസ് ആണ്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ ഈ ലോട്ടസ് സൂത്രയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റേക്കി ഗ്രാൻഡ് മാസ്റ്റർ മിക്കാവോ ഉസിയും ഈ ലോട്ടസ് സൂത്ര എല്ലാം ഈജിപ്തിൽ പോയി പഠിച്ചിട്ടുണ്ട്. മൗണ്ട് കുറാമയിൽ പോയി എൻലൈറ്റൻമെൻ്റ് ആയില്ലേ, അതിനു മുമ്പേ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പഠിച്ചു, ഇന്ത്യയിലുള്ള സ്ക്രിപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു, സാൻസ്ക്രിറ്റ് പഠിച്ചു, ചൈനയിലുള്ള സ്ക്രിപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു, ഈജിപ്തിലുള്ള ഈ ലോട്ടസ് സൂത്രയും പഠിച്ചു. സത്യത്തിലും പറഞ്ഞാൽ ഈ ലോട്ടസ് സൂത്ര എന്ന് പറയുന്നത് നമ്മുടെ ഗൗതമ ബുദ്ധ വൾച്ചർ പാർക്കിന്ന് ഇന്ത്യയിലുള്ള ഒരു മലയുടെ പുറത്ത് ഇരുന്നപ്പം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഈ ലോട്ടസ് സൂത്ര എന്നുള്ള ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. ലോട്ടസ് സൂത്ര എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഭഗവത്ഗീത പോലെ എന്ന് വെച്ചോണം. ഓക്കെ, അപ്പം ഗോയ്ക്കി എന്തോ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ശരിക്കും ഗൗതമ ബുദ്ധ ഈ ലോട്ടസ് സൂത്ര പറഞ്ഞപ്പം നമ്മൾ രണ്ടുപേരും അവിടെ ആ വൾച്ചർ പാർക്കിൽ നമ്മൾ രണ്ടുപേരും ബുദ്ധൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഇതിൽ അത് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇത് റെക്കോർഡിക്കലായിട്ട് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഇതിൽ ഒന്നും മായം ചേർത്ത് അനാവശ്യമായിട്ട് ഉള്ള ഒരു കഥയൊന്നുമല്ല, സത്യത്തിൽ നടന്ന ഒരു കഥയാണ്. അപ്പം ഗ്യോക്കി പറയുന്നത് അവരുടെ സംസാരം റെക്കോർഡിക്കലായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓൺ ദ ഹോളി മൗണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് സഖ്യ the self-consistent truth we swore has not decayed. I have met with you again. അപ്പം അദ്ദേഹം എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ ആ വൾച്ചർ പീക്ക് എന്നുള്ള മൗണ്ടനിൽ ഞാൻ നിന്നെ കഴിഞ്ഞ ജന്മം കണ്ടതാണ് എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഈ ബോധിസേന ഉണ്ടല്ലോ, ബോധിസേനായിനെ അവരെന്തുവാ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ബാരാമോൺ സോജോ എന്നാണ് ജാപ്പനീസിൽ ബോധിസേനയെ കുറിച്ച് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ബ്രാഹ്മിൻ പ്രീസ്റ്റ് എന്ന് വെച്ചാൽ മേൽശാന്തി പോലെ.
അപ്പോൾ ഒരു ബ്രാഹ്മണ മേൽശാന്തി എന്നുള്ള അർത്ഥത്തിലാണ് ബാരാമോൺ സോജോ എന്നാണ് നമ്മുടെ ബോധിസേനായെ പറയുന്നത്. അപ്പോൾ ബാരാമോൺ സോജോ ഇൻ റിപ്ലൈ, അതായത് യോക്കി പറഞ്ഞതിൻ്റെ ബദലായിട്ട് റിപ്ലൈ എന്താ പറയുന്നു? ദ വൗ വി സ്വോർ ടുഗെദർ അറ്റ് കപിലവസ്തു ഹാസ് ബോൺ ഫ്രൂട്ട്. For the face of Manjushri I have seen again today. അതായത് കപിലവസ്തു എന്നുള്ള സ്ഥലത്തും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചിട്ട് കണ്ടു. അപ്പം ഈ മഞ്ജുശ്രീ എന്ന് പറഞ്ഞ ബോധിസത്വയുടെ മറു ജന്മത്തിനെ കാണാനാണ് നമ്മുടെ ബോധിസേന ഇന്ത്യയിലിരുന്ന് ചൈനയ്ക്ക് പോയത്. ചൈനയിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചൈനയിൽ പോയത്. അപ്പം ആ ആളാണ് ഈ ഗ്യോക്കി എന്നുള്ളത്. അതായത് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പം നമ്മൾ രണ്ടുപേരും വൽച്ചർ പാർക്കിലും ഉണ്ടായിരുന്നു, ഈ കപിലവസ്തു എന്നുള്ള സ്ഥലത്തും നമ്മൾ ഒന്നിച്ചായിരുന്നു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുൻജന്മത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവർക്ക് സംസാരിക്കുമായിരുന്നു. ഓക്കെ, അപ്പം കപിലവസ്തു എന്നുള്ള സ്ഥലത്തും ഉള്ളതായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ. അപ്പം ഈ ഗോയിക്കി എന്ന് പറയുന്നതാണ് മഞ്ജുശ്രീയുടെ റീഇൻകാർണേഷൻ, അടുത്ത ജന്മം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പം ഇതിലൊക്കെ ഞാൻ എന്തോ ആലോചിക്കുന്നത്, ഇതൊക്കെയാണ് ഈ മിസ്റ്റിക്കൽ പവർ എന്ന് പറയുന്നത്, ഉൾവിളി എന്ന് പറയുന്നത്. അതായത് സൗത്ത് ഇന്ത്യയിൽ ജനിച്ച ബോധിസേനയ്ക്ക് ഈ മഞ്ജുശ്രീ എന്ന് പറയുന്ന ബോധിസത്വയുടെ അടുത്ത മറുജന്മം എവിടോ എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിനെ പോയി കാണണമെന്ന് ഇദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായി. അദ്ദേഹം ചൈനയിലാന്ന് ആരോ പറഞ്ഞതിൻ്റെ പേരിൽ ഇദ്ദേഹം ചൈനയ്ക്ക് പോയി. ചൈനയിൽ പോയപ്പോൾ അവിടെ അല്ലാന്ന് അറിഞ്ഞു. അപ്പം അവിടുന്ന് ഇതെല്ലാം ഒരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെ അപ്പം ഈ മഞ്ജുശ്രീയുടെ മറുജന്മമായ ഗോയിങ്കി വന്ന് ഇദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹമാണ് അംബാസഡർ. അപ്പം അദ്ദേഹം ബോധിസേനയെ എംപററിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഓക്കെ, എംപറർ ഷോമു ഭയങ്കര ഒരു ബുദ്ധിസത്തിനെ ഫോളോ ചെയ്യുന്ന ഒരു രാജാവായിരുന്നു. അതുകൊണ്ടല്ലയോ എല്ലാ നാട്ടുമക്കളും പ്രജകളും ഈ ബുദ്ധൻ്റെ ചില നിർമ്മാണിക്കുന്നതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് 2 കോടിക്ക് മേളിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അത്രയ്ക്ക് ബുദ്ധിസത്തിൻ്റെ പുറത്ത് ഒരു ഇൻട്രസ്റ്റ് ഉള്ളതായിരുന്നു ഈ എംപറർ ഷോമു. അപ്പം ഷോമുവിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു. അപ്പം അദ്ദേഹത്തിന് നല്ല രീതിയിൽ സ്വീകരിച്ച് വേറൊരു ടെമ്പിളിൽ താമസിക്കാൻ സ്ഥലവും കൊടുത്തു. അവിടെ ഇരുന്നുകൊണ്ട് ബുദ്ധിസത്തിനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി മറ്റാൾക്കാർക്ക്. ആര്? ഈ ബോധിസേന. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ 751 വർഷം, അതായത് 743 എംപറർ ഷോമു പറഞ്ഞത് ഇങ്ങനെ ഒരു വലിയ പ്രതിമ ചെയ്യണമെന്ന്. അത് 751 വർഷം ബുദ്ധൻ്റെ പ്രതിമ ചെയ്ത് തീർത്തു. ഈ 752 വർഷം ഒരു വലിയ സെറിമണി, വലിയ ഒരു സംഭവമായിട്ട് അതിനെ ചെയ്തു. എങ്ങനെ? ദ ഐ ഓപ്പണിംഗ് സെറിമണി എന്നാണ് അതിൻ്റെ പേര്. ഐ ഓപ്പണിംഗ് സെറിമണി എന്ന് വെച്ചാൽ നമ്മൾ ഈ പുതിയ ഒരു കെട്ടിടം, നമ്മൾ ആരെങ്കിലും വലിയ ഒരു നടനെയോ ആരെങ്കിലും ഒരു MLAയോ ഒരു മിനിസ്റ്ററെയോ വിളിക്കുന്നു, റിബൺ കട്ട് ചെയ്യുന്നു, തുറക്കുന്നു, അതാണ് ഒരു സെറിമണി. ഓക്കെ, ഇതിൽ ഐ ഓപ്പണിംഗ് സെറിമണി എന്ന് വെച്ചാൽ ബുദ്ധൻ്റെ കണ്ണിനെ, ഈ ബുദ്ധൻ്റെ കണ്ണിൻ്റെ വിസ്തീർണം എത്ര? 3 അടി ഉണ്ട്, 3 അടി 4 ഇഞ്ചുണ്ട്. ഇത്രയും വലിയ കണ്ണിനെ വരച്ചത് തന്നെ ഈ ബോധിസേനയാണ്. അതുകൊണ്ട് ഈ ബോധിസേനയെ തന്നെ നമ്മുടെ ഈ രാജാവ് വിളിച്ച്, നീ ആ കണ്ണിനെ തുറക്ക്. ഇപ്പം നമ്മൾ ഒരു പ്രതിമ ചെയ്യുന്നെങ്കിൽ ഒരു വലിയ ഒരാളിനെ വിളിച്ച് അതുവരെ പ്രതിമയെ മൂടി വെച്ചേക്കും തുണിയിട്ട്,
അതിന് പിന്നെയാണ് ഇവർ തുറക്കുന്നത്. അതുപോലെ അതിൻ്റെ ആ സംഭവത്തിനെയാണ്, ആ ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങിന് പേരാണ് ഐ ഓപ്പണിംഗ് സെറിമണി എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, അപ്പം ഈ ഐ ഓപ്പണിംഗ് സെറിമണിക്ക് ജപ്പാനിലെ ഷോമു എന്ന് പറഞ്ഞ രാജാവ് ഈ ബോധിസേനയടുത്താണ് പറഞ്ഞ്, നീ പോയി ആ കണ്ണിനെ തുറന്നു പോയി. അതായത് ആ സ്റ്റാച്ചുവിനെ പൊതു ആൾക്കാർ കാണാൻ വേണ്ടി അതിനെ തുറന്നു വയ്ക്കുന്ന അത്രയും വലിയ ഒരു ഇമ്പോർട്ടൻസ് ഈ ബോധിസേനയ്ക്ക് ജപ്പാനിലെ രാജാവ് കൊടുത്തു. ഓക്കെ, അങ്ങനെ. ഓക്കെ, സോ ഇൻ 1752 എംപറർ ഷോമു അങ്ങനെ ഈ ഐ ഓപ്പണിംഗ് സെറമണി നടത്താനായിട്ട് പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ ഈ കണ്ണിൻ്റെ പെയിൻറ്റിങ് ചെയ്തത് തന്നെ ഈ ബോധിസേന ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ ഇതിന് പിന്നെ നമ്മുടെ ഈ ബോധിസേന ഈ മൗണ്ട് ടോമി, നാര എന്നുള്ള സ്ഥലത്തുള്ള മൗണ്ട് ടോമി, കുറച്ച് മലകളുണ്ട്. ആ മലകളിൽ ഇപ്പോൾ മൗണ്ട് കുറാമ എന്ന് പറയുന്നില്ലേ, അതുപോലെ മൗണ്ട് ടോമി എന്നുള്ള ഒരു സ്ഥലത്ത് പോയി അവിടെ ഇരുന്ന് കുറച്ച് നാൾ തപസ്സിരുന്ന് പിന്നീട് വന്നപ്പം ബോധിസേന നമ്മുടെ ഈ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, അവിടുത്തെ പ്രേയർ ഹാളിന് റിയോസെൻജി എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ആ പ്രേയർ ഹാളിന് റിയോസെൻജി എന്ന് പേരിടാൻ പറഞ്ഞതിൻ്റെ കാരണം ഇന്ത്യയിലുള്ള ഈ വൾച്ചർ പീക്ക്, ഞാൻ വൾച്ചർ പീക്ക് എന്നാണ് ഉള്ളത്, ഞാൻ ഏതോ ഒരു സ്ഥലത്ത് വൾച്ചർ പാർക്ക് എന്ന് അറിയാതെ പറഞ്ഞു പോയി, അതൊന്ന് ക്ഷമിക്കുക. ഈ വൾച്ചർ പീക്ക് എന്ന് വെച്ചാൽ കൊടുമുടി ഉള്ള സ്ഥലം, അതിൻ്റെ മൗണ്ടൻ്റെ ടിപ്പ്. ആ വൾച്ചർ പീക്ക് എന്നുള്ള സ്ഥലം ഏകദേശം ആ ബുദ്ധ ലോട്ടസ് സൂത്ര പറഞ്ഞു തന്ന സ്ഥലവും നമ്മളുടെ ഈ ഹാളും ഏകദേശം ഒരുപോലെ ഉണ്ട്. അതുകൊണ്ട് അതായത് ഈ വൾച്ചർ പീക്ക് ഉള്ള വാക്കിൻ്റെ ജാപ്പനീസാണ് റിയോജുസെൻ എന്ന് പറയുന്നത്, ജാപ്പനീസ് വേർഡാണ്. അതിനേറ്റപോലെയാണ് റിയോസെൻജി എന്ന് നിങ്ങൾ ഈ ഹാളിന് പേരിടണമെന്ന് ബോധിസേന പറഞ്ഞ് ഇപ്പം ആ ഹാളിന് അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയ ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് ഇത്രയൊക്കെ ഇൻഫ്ലുവൻഷ്യലായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നമുക്കും ഒരു വലിയ ഒരു കാര്യമാണ്, ഇല്ലേ? പിന്നെ ഇതിൽ ഇനിയൊരു കാര്യം, ആ നാര എന്നുള്ള സ്ഥലത്ത് ഒരു വലിയ പാർക്കുണ്ട്. ഈ നാര പാർക്ക് എന്ന് പറയാം, അതിൽ ഒരുപാട് മാനുകളുണ്ട്. അതിനെക്കുറിച്ചും നമുക്ക് കുറച്ച് പറയാനുണ്ട്. ഇഷ്ടം പോലെ മാനുകളുണ്ട്, ഫ്രീ ആയിട്ട് നടക്കും. ഇതിൽ നമ്മൾ ഈ മാനിനെ ജാപ്പനീസ് എന്തോ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ദൈവത്തിൻ്റെ ദൂതന്മാരെ, മെസ്സഞ്ചേഴ്സ് എന്നാണ് ഇവർ കരുതുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകം ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, അത് ഈ മാൻ വർഗ്ഗങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതാണോ അതിൻ്റെ പേരാണ്, ഞാൻ പറയാവേ, അതിൻ്റെ പേര് ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ഷിക്ക സെമ്പൈന്ന് ഒരു 200 yen, ഒരു 100 രൂപയുടെ വട്ടമായിട്ടുള്ള ബിസ്ക്കറ്റ്, നമ്മുടെ മാരി ബിസ്ക്കറ്റ് മാരി ഉണ്ടെന്ന് വെച്ചോണമേ, ഒരു 5-6 എണ്ണം കെട്ടി 200 yen എന്ന് വിൽക്കുന്നുണ്ട്. അവിടെ കടകളുണ്ട്, അതിൽ ഈ സെമ്പയാണ് വിൽക്കുന്നത്. ഈ സെമ്പയാണ് ഈ മാൻ ഇനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അവർ പുല്ലൊക്കെ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കുന്ന കാണുന്നുണ്ട്. പക്ഷേ ഈ വിസിറ്റേഴ്സ് എല്ലാം ഈ സെമ്പൈ വാങ്ങിച്ച് കൊടുക്കും. അതിൽ എന്തുവാ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ജാപ്പനീസ് ഉണ്ടല്ലോ, ആ മാനുകളെ കാണുമ്പം ഇങ്ങനെ ഈ തല കുനിഞ്ഞ് വണങ്ങുന്ന പോലെ ഇങ്ങനെ കാണിക്കും, ഒരു റെസ്പെക്റ്റോടെ, ഒരു മര്യാദ കാണിക്കും. നമ്മളെ കാണുമ്പം തന്നെ അവിടെയുള്ള എല്ലാ മാനുകളും നമ്മളെ കണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പം ഒന്നേ നമ്മളെ കണ്ട് തൊഴുന്നെന്ന് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കളിയായിട്ട് ഒരു കാര്യം പറയുവാണെങ്കിൽ കൊണ്ടുപോവാ ബിസ്ക്കറ്റിങ് കൊണ്ടുപോവാ താ എന്ന് ചോദിക്കുന്ന പോലെ ഉണ്ടായിരുന്നു.
ഞാനും കുറച്ച് മോൻ കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിച്ചു തന്നു. എനിക്കൊരു പേടി, കയ്യിലെങ്ങാനും കൊടുക്കുമ്പോൾ കടിച്ചു കളയുമോ. അപ്പം അവിടെ ഒരു വളരെ ചെറിയ ഒരു മാൻ നിന്നോണ്ടിരുന്നു, കുഞ്ഞു മാൻ. അപ്പം ഞാൻ അതിനെ വിളിച്ചു, ബാ ബാ തരാമെന്ന് കാണിച്ചു. അത് പേടിച്ച് ഓടിക്കളഞ്ഞു. ഞാൻ ഇത് കൊടുക്കുന്നത് ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ട് ചുറ്റിലുമുള്ള മാനുകളെല്ലാം ഓടി വന്നു ഒന്നൊന്നായി എടുത്തു കൊടുക്കുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് പറിക്കാൻ വരുന്നു. അവിടെ ഇട്ടിട്ട് ഞാനങ്ങ് ഓടി. അതും വരെ മോന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ നാര പാർക്കുണ്ട്. നാര പാർക്കിൽ നിന്ന് വന്ന് ഇവിടെ തന്നെ നിൽക്കുന്ന മാൻകൂട്ടങ്ങളാണ് അവിടെ കൂടുതൽ കാണാനുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ മാൻകൂട്ടങ്ങൾക്കെല്ലാം ഈ സെമ്പൈ എന്ന് പറയുന്ന ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് എല്ലാം തീർത്തിട്ട് ഞങ്ങളിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. കാഷ്വലായിട്ട് നടന്നപ്പോഴത്തേക്ക് ഒരു സർപ്രൈസ് നമുക്കവിടെ. നോക്കിയപ്പം അശോകചക്ര അവിടെ ഇരിക്കുന്നു. ഇതെന്തുവാ ഇവിടെ ഇങ്ങനെ അശോകചക്ര വന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ കാര്യങ്ങളും ഹിസ്റ്ററിയൊക്കെ വായിച്ചു നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതായത് 1988 വർഷം ഏപ്രിൽ 26 അവിടെ 1000 പ്രീസ്റ്റുകൾ ഒന്നിച്ച് ചേർന്ന് അവിടെ ഒരു ഫംഗ്ഷൻ നടത്തി. അപ്പം അവരുടെ മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഈ അശോകചക്രയുടെ അടിയിലാണ് അവർ പുതച്ചു വച്ചിരിക്കുന്നത്. അത് എപ്പോഴാണ് വെളിയിലെടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് ഈ തൊദായ് ടെമ്പിളിൻ്റെ 1500ാമത്തെ ആനിവേഴ്സറി, അതായത് 2038 വർഷം ഇത് തുറന്ന് എടുക്കും എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നു. അപ്പം ഇത്രയും വലിയ ഒരു ബുദ്ധ സ്റ്റാച്ചു, ശരിക്കും ഏറ്റവും വലിയ ഒരു സൈസിലുള്ള ബുദ്ധ സ്റ്റാച്ചു ഇതുവരെ ഞാനും വേറെ എവിടെയും കണ്ടിട്ടില്ല. അത്രയും നല്ല ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ടുള്ള ഈ തൊദായ്ജി ടെമ്പിളിനെ കാണാൻ എനിക്ക് അവസരം നൽകിയ ദൈവത്തിന് നന്ദി, ബുദ്ധന് നന്ദി. ഇതിനെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുന്ന അതിനുള്ള ഫോട്ടോസെല്ലാം എടുക്കാനും എല്ലാത്തിനും എന്നെ കൊണ്ടുപോയ എൻ്റെ മോനും നന്ദി. വീഡിയോ എല്ലാം റെൻഡർ ചെയ്ത് മോനാണ് റെഡിയാക്കുന്നത്. ഇപ്പം ജപ്പാനിലുള്ളതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളും ഇത് കണ്ട് രസിക്കുക, മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.